ലോക നാവിക ഭൂപടത്തിന്റെ വ്യാപാര മേഖലയിലേക്ക് വാതിൽ തുറക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. എക്സിം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പരിപാടിയിൽ മുഖ്യാതിഥിയാകും. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ മിഷൻ സമുദ്രയ്ക്കും ഇന്ന് തുടക്കമാകും. റോഷിപാലും സാന്ത്വന സജീവും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. സാന്ത്വന, വെരി ഗുഡ് മോർണിംഗ്. റോഷി, അപ്പോൾ അങ്ങനെ വിഴിഞ്ഞം അടുത്ത പടിയിലേക്ക് കടക്കുകയാണ്, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പോർട്ട് ഇന്നു മുതലാണ് പൂർണ്ണമായും ആ അർത്ഥത്തിൽ കൊമേഴ്സ്യലായ ഒരു പോർട്ടായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സിം നടപടിക്രമങ്ങളിലേക്ക് മാറുന്നത്. ആദ്യത്തെ കണ്ടെയ്നർ സ്പെയിനിലേക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് പുതിയ ഒരു ഘട്ടത്തിന് തുടക്കമാവുകയാണ്. ചരക്ക് നീക്കം, നേരിട്ടുള്ള ചരക്ക് നീക്കം ഇന്നു മുതൽ സാധ്യമാകുന്നു എന്നുള്ളതാണ്. അത് കരമാർഗവും സമുദ്രമാർഗവുമുള്ള കരനീക്കം ഇന്നു മുതൽ സാധ്യമാവുന്നു. എക്സിം ഉദ്ഘാടന പരിപാടി മുഖ്യമന്ത്രിയാണ് നിർവഹിക്കുന്നത്. അപ്പോൾ സ്വപ്ന പദ്ധതിക്ക് ഇന്ന് യഥാർത്ഥത്തിൽ തുടക്കമാകുന്നു എന്ന് പറയാം, അല്ലേ റോഷിപാൽ? ഇനിയാണ് അങ്ങോട്ട് വികസനത്തിന്റെ ഫലം കേരളം അനുഭവിച്ചു തുടങ്ങുക, അല്ലേ? അരുൺകുമാർ, പൂർണ്ണാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖമായി മാറുകയാണ്. കാരണം ഇറക്കുമതിയും കയറ്റുമതിയും തുടങ്ങുന്നതോടെ അതിന്റെ നേട്ടം അത് പ്രാദേശികമായി ലഭിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഏറെ പ്രതീക്ഷയോടെയാണ് കേരളം ഇന്നത്തെ ദിവസത്തെ കാണുന്നത്. ഇന്ന് നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ MSC കപ്പൽ വഴി സ്പെയിനിലേക്കാണ് ആദ്യത്തെ ചരക്ക് നീക്കം, പ്രാദേശികമായുള്ള ചരക്ക് നീക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മാത്രമല്ല 2024 ആദ്യത്തെ കപ്പൽ ഇവിടത്തേക്ക് അടുത്തത്. അങ്ങനെ തുടങ്ങിയതാണ്. ഏതാണ്ട് 1100 കപ്പലുകൾ വിഴിഞ്ഞത്ത് ഈ കാലഘട്ടത്തിനിടയിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയേറെ രാജ്യങ്ങളിലേക്ക് കണക്ടിവിറ്റി ഉണ്ടാക്കിയ ഒരു പോർട്ട് എന്ന പ്രത്യേകത കൂടി വിഴിഞ്ഞത്തിനുണ്ട്. അതുകൊണ്ട് വലിയ പ്രതീക്ഷ രാജ്യത്തിനും വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അടുത്ത വികസനത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖം മാറുകയാണ്. ഇതിന്റെ ബർത്തിന്റെ നീളം ഏതാണ്ട് നീട്ടാനുള്ള അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ ജനുവരിയിൽ നടന്നത്. അങ്ങനെ വലിയ മാറ്റം വിഴിഞ്ഞത്ത് ഉണ്ടാകുന്നു. പക്ഷെ അതിന്റെ നേട്ടം സംസ്ഥാനത്തിന് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇനി ഒട്ടേറെ വെയർഹൗസുകൾ ഈ വിഴിഞ്ഞത്ത് വരും. കാരണം കണ്ടെയ്നറുകൾ സൂക്ഷിക്കാൻ, ചരക്കുകൾ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ വേണം. വലിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. അതിന്റെ വരുമാനം ഈ പ്രാദേശികമായി തന്നെ ഉണ്ടാകും. ഒട്ടേറെ പേർക്ക് ജോലി ലഭിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഒരു കുതിച്ചുചാട്ടം വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുതിച്ചുചാട്ടമായി കാണുന്നത്. MSC ആണ് ഏറ്റവും കൂടുതൽ ഷിപ്മെന്റ് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. വിഴിഞ്ഞം തുറമുഖം ചരക്ക് നീക്കം തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ തുറമുഖത്തെ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കത്തിന് വേണ്ടിയുള്ള റൂട്ട് അവർ നേരത്തെ തന്നെ MSC പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടുതൽ കപ്പലുകൾ എത്തിക്കാനുള്ള തീരുമാനം MSC നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ചടങ്ങോടുകൂടി, ഇന്നത്തെ ഉദ്ഘാടനത്തോടുകൂടി സജീവമാകും വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പരിസരവും സജീവമാകും. ഇവിടെയൊക്കെ തൊഴിലുകൾ, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം 10:30 ഈ ചടങ്ങ് നടക്കുന്നത് ഒരുപക്ഷെ വിഴിഞ്ഞത്തിന്റെ ഒരു പുതിയ മാറ്റത്തിനുള്ള തുടക്കം കൂടിയായി മാറുകയും ചെയ്യും. ഇവിടെ ഇന്ന് കസ്റ്റംസിന്റെ അതിന്റെ നേരത്തെ തന്നെ കസ്റ്റംസിന്റെ അവരുടെ പരിശോധനാ കേന്ദ്രം തുടങ്ങിയിരുന്നു. എന്നാൽ കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ ഇന്നു മുതൽ ഇവിടെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യും. കാരണം അതിന്റെ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വേണം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ആവശ്യവുമാണ്. കാരണം ചരക്ക് നീക്കം തുടങ്ങുമ്പോൾ. ഏതായാലും ഇന്നത്തെ ചരക്ക് നീക്കം സ്പെയിനിലേക്കാണ്. അരുൺകുമാർ. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്പെയിനിലെ വലൻസിയ എന്ന തുറമുഖത്തേക്കാണ് നമ്മൾ ഇന്നിപ്പോൾ ആദ്യത്തെ കണ്ടെയ്നർ അയക്കുന്നത്. ആ കണ്ടെയ്നർ ശരിക്കും നിലമേൽ സ്വദേശികളായ വ്യാപാരികളുടെ ഒരു ഫുഡ് കണ്ടെയ്നർ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ? നമ്മൾ ഈ എക്സിം എന്നൊക്കെ പറഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. ഇതുവരെ വിഴിഞ്ഞത്ത് നടന്നിരുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന MSC കപ്പൽ നമ്മുടെ വിഴിഞ്ഞത്ത് നങ്കൂര വിട്ടതിന് ശേഷം അവിടെ നിന്ന് മറ്റ് കപ്പലുകളിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ നടന്നിരുന്നത്. ഇനിയിപ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് അല്ല നടക്കാൻ പോകുന്നത്, ഇറക്കുമതിയും കയറ്റുമതിയും നടക്കും. അങ്ങനെ റോഡിലൂടെ വരുന്ന കണ്ടെയ്നറുകൾ മറ്റ് ഇടങ്ങളിൽ നിന്ന് വരുന്ന, തമിഴ്നാട്ടിൽ നിന്നോ ഇപ്പോൾ കോഴിക്കോട് നിന്നോ കർണാടകയിൽ നിന്നോ ഒക്കെ വരുന്ന കണ്ടെയ്നറുകൾ നമ്മുടെ വിഴിഞ്ഞത്തേക്ക് എത്തി അവിടെ നിന്ന് ലോഡ് ഇറക്കി കപ്പലിൽ കയറ്റി ഏത് രാജ്യത്തേക്കാണോ, സിംഗപ്പൂരെങ്കിൽ സിംഗപ്പൂർ, കൊളംബോ എങ്കിൽ കൊളംബോ കൊണ്ടുപോകും. അതിനുശേഷം അവിടെ നിന്നൊക്കെ വരുന്ന കണ്ടെയ്നറുകളും റോഡ് മാർഗം ഇന്ന് സഞ്ചരിച്ചു തുടങ്ങും. ഇതുവരെ കേരളത്തിലൂടെ ചരക്ക് നീക്കം സാധ്യമായിരുന്നില്ല. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനോടനുബന്ധിച്ചാണ് മിഷൻ സമുദ്ര പദ്ധതിക്കും തുടക്കമാകുന്നത്. വികസന കുതിപ്പിലേക്ക് നമ്മൾ മാറാൻ പോകുന്നു. സാന്ത്വന ആ കുതിപ്പിന്റെ വിവരങ്ങളുമായി തുറമുഖത്തിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സാന്ത്വന, വെരി ഗുഡ് മോർണിംഗ്. സാന്ത്വന,
ചിങ്ങമാസമാണ്. ചോദ്യനാളിൽ നമ്മൾ ഒരു പുതിയ തുടക്കം കുറിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 10:45 സമയം കുറിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ തലവര മാറാൻ പോകുന്ന ഒരു നീക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനിയിപ്പോൾ കണ്ടെയ്നറുകളിലൂടെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള റോഡുകളൊക്കെ ആയോ എന്നൊരു ചോദ്യമുണ്ട്. ഔട്ടർ റിംഗ് റോഡിന്റെ കാര്യത്തിലൊക്കെ ചെറിയ തർക്കമുണ്ടായിരുന്നു. എന്താണ് സാന്ത്വന അവിടെ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത്? ഇനിയിപ്പോൾ ട്രക്കുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കണ്ടെയ്നറുകളുമായിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങും അല്ലേ സാന്ത്വന? അതെ അരുൺ, ഗുഡ് മോർണിംഗ്. വിഴിഞ്ഞത്ത് നിൽക്കുമ്പോൾ റോഷി പറഞ്ഞതുപോലെ തന്നെ കടലിൽ നിന്നും വിഴിഞ്ഞം തുറമുഖം കരയിലേക്ക് വളരുകയാണ് എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. ഇന്നത്തെ ഉദ്ഘാടനത്തോടു കൂടി തന്നെ അതാണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നത്. അരുൺ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ കപ്പലിൽ ചരക്കുമായി വരുന്നു. ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകൾ ഇതിനോടകം തന്നെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഈ വരുന്ന കണ്ടെയ്നർ കപ്പലിൽ നിന്ന് മദർഷിപ്പിൽ നിന്ന് ഇവിടെ ഇറക്കി വെക്കുന്നു. ചെറിയ കപ്പലുകളിലാക്കി പോകേണ്ട ഇടത്തേക്ക് അതായത് കപ്പലുകളിലാക്കി പോകേണ്ട തുറമുഖത്തിലേക്ക് വിടുന്നു. അവിടെ നിന്ന് റോഡ് മാർഗം മറ്റിടത്തേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു. കൂടുതൽ സമയം, കൂടുതൽ പണം ഒക്കെ അതിനുവേണ്ടി ഈ വ്യാപാരികൾ, ഇത് അയക്കുന്ന ആളുകൾ ഒക്കെ തന്നെയും എടുക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇനി മുതൽ അതില്ല എന്നുള്ളതാണ്. കുറഞ്ഞ സമയം, കുറഞ്ഞ ചെലവിൽ നമുക്ക് ഇവിടെ നിന്ന് കയറ്റുമതിയും ഇറക്കുമതിയും ഇനി മുതൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അരുൺ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ഒരു വികസനം, നാഴികക്കല്ല് തന്നെയാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നത്. പക്ഷേ അരുൺ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഇത്തരത്തിൽ നേരത്തെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് മാത്രമായിരുന്നു വിഴിഞ്ഞം. ഇപ്പോൾ അതൊരു ഗേറ്റ് വേ പോർട്ടായി മാറുകയാണ്. പക്ഷെ അങ്ങനെ മാറുമ്പോഴും പരിമിതികൾക്കുള്ളിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് അരുൺ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഘട്ടം മുതൽ പറഞ്ഞിരുന്നത് അതിന്റെ പോർട്ട് വികസനത്തിനൊപ്പം തന്നെ അതിനൊപ്പമുള്ള മറ്റ് വികസനങ്ങൾ, പ്രത്യേകിച്ച് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം, അതുപോലെ തന്നെ റെയിൽ മാർഗമുള്ള ചരക്ക് നീക്കം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസനങ്ങളൊക്കെ തന്നെയും ഈ പദ്ധതിക്കുള്ളിൽ തന്നെ വരുന്ന മറ്റ് അടിസ്ഥാന വികസനങ്ങളായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളതാണ് അരുൺ. നമുക്ക് പുറകിൽ കാണുന്നതാണ് നമ്മൾ ഇപ്പോൾ തുറക്കാൻ പോകുന്ന താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന NH 66 ബന്ധിപ്പിക്കുന്ന താൽക്കാലിക റോഡാണ്. പോർട്ടിന് മുന്നിലുള്ള റോഡാണിത്. പക്ഷെ നമുക്ക് കാണാം ഒരു കണ്ടെയ്നറിന് മാത്രം പോകാൻ കഴിയുന്ന വീതി മാത്രമുള്ള ഒരു ചെറിയ റോഡാണിത്. ഇത് അല്ലാണ്ട് ഇതിന് പുറമേ തന്നെ നമുക്കറിയാം നാവായിക്കുളം വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡിന്റെ ഒരു പദ്ധതി, അതിന്റെ പാരിസ്ഥിതിക അനുമതി മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. മറ്റ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇനി നടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം ബാലരാമപുരം റെയിൽപാത, അതുമായി ബന്ധപ്പെട്ടുള്ള ഭൂഗർഭ റെയിൽപാതയൊക്കെ തന്നെ പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ആദ്യഘട്ടം എന്നോണം എന്തായാലും ഇപ്പോൾ കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ തന്നെയും വരാൻ പോകുകയാണ്. ലോക വ്യവസായ ഭൂപടത്തിലേക്ക് കേരളം വഴി ഒരു വഴി തുറക്കുകയാണ് എന്നുള്ളതാണ്. അതെന്തായാലും വലിയ കാര്യം തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, വികസനങ്ങൾ അത് ഇനിയും വരേണ്ടതുണ്ട്, അത് ഇനിയും തുറക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് പോയേ മതിയാകുകയുള്ളൂ എന്തായാലും. അപ്പൊ നിലവിലിപ്പോൾ നമുക്ക് വലിയ ഒരു കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ മറ്റ് പ്രവർത്തനങ്ങൾ കൂടി ഇനിയും നടക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തുടക്കമാവുകയാണ്. തുടക്കമാവുമ്പോഴും ചില പരിമിതികളോടുകൂടി തന്നെയാണ് നമ്മൾ തുടക്കുന്നത്. പക്ഷേ എങ്കിലും അതൊരു തുടക്കമാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് നിന്ന് ഇനിയിപ്പോൾ മംഗലാപുരത്തേക്ക് പോർട്ടിലൂടെ പോകേണ്ട, റോഡിലൂടെ പോകാൻ തീരുമാനിച്ചാൽ നമ്മുടെ ഹൈവേ ഒക്കെ തയ്യാറായി വരുന്നു. അപ്പോൾ കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കുന്നു, പുതിയ നമ്മുടെ ലോറിയിൽ കയറ്റുന്നു, കൊണ്ടുപോകുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ ഈ കണ്ടെയ്നർ ഫ്ലൈറ്റ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ കണ്ടെയ്നർ ഫ്ലൈറ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇറക്കി അവിടെ നിന്ന് ഈ യാർഡിൽ അത് കൊണ്ടുവച്ചതിന് ശേഷം കണ്ടെയ്നർ തുറന്നിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ അൺലോഡ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഫുള്ളായിട്ട് കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു പരിമിതിയുണ്ട്. ആ പരിമിതിയൊക്കെ ഇനിയിപ്പോൾ മാറും. ഇനി അതൊക്കെ കസ്റ്റംസിൻ്റെ പൂർണ്ണമായിട്ടുള്ള കണ്ടെയ്നർ ഫ്ലൈറ്റ് സ്റ്റേഷനൊക്കെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ആ പരിമിതികളൊക്കെ മാറുകയും ചെയ്യും. എന്തായാലും ഇന്നു മുതലൊരു തുടക്കമാവുകയാണ്. വിഴിഞ്ഞത്തിറക്കുന്ന ചരക്ക് ഇനി കരയിലൂടെ നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കരയിലൂടെ വരുന്ന ചരക്ക് ഇനി നമ്മൾക്ക് കണ്ടെയ്നർ വഴി കയറ്റിവിടാം എന്നുള്ളതാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇന്നു മുതലാണ് വിഴിഞ്ഞം ആ അർത്ഥത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ട്രാൻസ്ഷിപ്മെന്റിൽ നിന്ന് എക്സ്പോർട്ടിലേക്കും ഇമ്പോർട്ടിലേക്കും എക്സിമിലേക്ക് നമ്മൾ മാറുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ ഇനി നോക്കിക്കോളൂ, വിഴിഞ്ഞത്ത് അങ്ങോട്ട് വെച്ചടി കയറ്റമായിരിക്കുമല്ലോ അല്ലേ? ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ നിരത്തുകളിലൊക്കെ ഒരുപാട് ലോറികൾ കണ്ടെയ്നറുകളുമായിട്ട് ഇങ്ങനെ നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. പണ്ട് നമ്മൾ മുദ്ര പോർട്ടിൽ നിന്നോ ഗുജറാത്തിൽ മഹാരാഷ്ട്രയിൽ ബോംബെയിലോ ഒക്കെ ഇങ്ങനെ കണ്ടെയ്നർ ട്രക്ക് നീങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൊതിയോടെ നിന്നു, ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വരുമായിരിക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നു. പക്ഷേ ഹൈവേയിലൂടെയൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ലൈനും ട്രാക്കും ഒക്കെ പാലിച്ച് മാത്രം നിങ്ങൾ യാത്ര ചെയ്യുക.